ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. വിഭു പൂരി സംവിധാനം ചെയ്ത് മനീഷ് മൽഹോത്ര ആൻഡ് ദിനേശ് മൽഹോത്ര ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ മ്യൂസിക്കൽ ഡ്രാമ ചിത്രമാണ് ഗുസ്താഖ് ഇഷ്ക്. ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് നസീറുദ്ദീൻ ഷാ, വിജയ് വർമ്മ ആൻഡ് ഫാത്തിമ സാന ഷെയ്ഖ് എന്നിവരൊക്കെയാണ്. ആൻഡ് ഇത് ആക്ച്വലി ഗുസ്താഖ് ഇഷ്ക് എന്നൊരു പഴയ, അതായത് 2017 ജൂലൈ 12 റിലീസ് ചെയ്ത ഒരു TV സീരീസും ഇതിന് മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊരു പാകിസ്ഥാൻ ബേസ്ഡ് ആണ്, ഉറുദുവിലാണ് അവർ പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഭാഗമാണോ എന്നറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം ഗൈസ്. मेरा लहजा कैक्टस सा खुरदुरा, मेरा लहजा नसीरुद्दीन शाह, खुरदुरा, फातिमा सना शेख, रात रानी की तरह। हम कोई विजय वर्मा. मुझे दिल में വിജയ് വർമ്മയെ എനിക്ക് തന്നെ അറിയുന്നത് ഞാൻ എപ്പോഴാന്ന് വെച്ചാൽ തമന്നയുടെ ബോയ് ഫ്രണ്ട് ആയെന്ന് പറഞ്ഞതിന് ശേഷമാണ്. ഇപ്പൊ അവർ തമ്മിൽ റിലേഷൻ ആണോ ഇല്ല എന്ന് ചോദിച്ചാൽ ഇതിൽ പ്രസക്തിയുള്ള ചോദ്യമില്ല. എന്നിരുന്നാലും ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഫ്രണ്ട് പാർത്ഥിവിനെ അറിയായിരിക്കും. അവൻ ഇതുപോലത്തുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ചോദിക്കണം ഇപ്പോൾ ഒരു റിലേഷനിലാണോ ഇല്ലയോ എന്ന്. നാട്ടിലെ കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് അറിയാം. दिल में रखूंगा निशानी की മനീഷ് മൽഹോത്ര പ്രസൻസ് नवाबुद्दीन ഡൽഹി. दिल्ली सोच लिया हमने भाई, अपन अजीज छापेंगे। There is Gulzar. शागिर्द अपनी उस्ताद, सिखा दीजिए शायरी। जेब में कलम रखने से शायर नहीं बनो। തുടക്കം കാണുമ്പോഴേ മനസ്സിലാവും ഒരു മ്യൂസിക്കൽ ഡ്രാമ തന്നെയാണെന്ന്. കാരണം ആശാനും ശിഷ്യനും അത് അവരുടെ ആ ടോക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആ ഒരു ഗസൽ, ആ ഒരു വൈബ് അടിക്കുന്നുണ്ട്. ആൻഡ് ഗുൽസാറൊക്കെ എനിക്കൊന്ന് ലെജൻഡായിട്ടുള്ള എഴുതുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ള. नहीं बनोगे, कलम जख्मों पे रखनी पड़ती है। ये है हमारी बेटी, स्कूल में मास्टरनी है। നോക്കിയതിന് നേരത്തെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. വിശാൽ ഭർദ്ദരാജാണ് മ്യൂസിക് ചെയ്യുന്നത്. आपसे कर लें। रंज, मायूसी, तन्हाई काफी कुछ बताती है आपकी आंखें, सिवाय आपके नाम के। कोई है महबूब? इस उम्र में आप इतने मस्खरे हैं, कसम से जवानी में क्या रहे होंगे? जहर थे जहर। सूरज चाहे जैसी भी हो हमारी। ഈ സിനിമ ഏത് വൈബ് പഠിക്കുന്നത് ഞാൻ പറയട്ടെ. സൂഫി സുജാതയും അതിഥി റാവും പുള്ളിയും ചെയ്ത ഒരു സിനിമ, ജയസൂര്യയുടെ ഒരു സിനിമ ഉണ്ടല്ലോ മലയാളത്തിൽ, അതിലും കൊറോണ ടൈമിൽ എന്താണ് ഇറങ്ങിയത്, ആ സിനിമയുടെ ഒരു വൈബ് പഠിക്കുന്നു. सूरज चाहे जैसी भी हो हमारी, दिल के बुरे नहीं है। आप म्यूजिकल रोमांस. बातें करते रहते हैं। आप हमेशा ऐसे मुस्कुराते रहेंगे तो हम हमेशा ऐसी बातें करते रहेंगे। पर कब तक? यहाँ घर के पत्ते उड़े पड़े और ये സെറ്റിംഗ് കൊള്ളാം guys. जाके बता देता हूँ डकैती की स्कीम चला रही है तू। यही थी ना आपकी असली मोहब्बत। देखिए, हम आपसे मदद की उम्मीद रखते हैं। ये जो जमीर है ना, ये कांपता जरूर है, कभी गुनाह से पहले, कभी गुनाह के बाद। खुदा हाफिज। एक മനീഷ് മൽഹോത്ര. करीबी थी वजह, बदनसीबी थी वजह, Very good. वो जो आज आके तेरे मेरे बीच आ गई। Guys, ചുമ്മാതല്ല ഗൈസ്, സൗണ്ട് ഡിസൈനിങ് റസൂൽ പൂക്കുട്ടിയുണ്ട്. അതുകൊണ്ടാണ് ആ സെറ്റിങ്ങിന്റെ ആ ഒരു വൈബ് നന്നായിട്ട് അടിക്കുന്ന ആ ഒരു നല്ലൊരു മ്യൂസിക്. तंगहाली ഗുസ്താഖ് ഇഷ്ക്, मेरी गरीबी थी वजह। വിഭു പൂരി സംവിധാനം. ഓ ഗൈസ്, ഇതും 28 നവംബർ 2025 നവംബറിന് ഒരുപാട് സിനിമയായി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇതിലൊരു സൂഫിയും സുജാതയും വൈബ് അടിക്കുന്നുണ്ട്. ആശാന്റെ മകളുമായിട്ടുള്ള പ്രണയം, മ്യൂസിക്കൽ റൊമാൻസ് ആണ് പടം. പിന്നെ അവസാനം പ്രണയം മൂക്കുന്നു, പിന്നെ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇത് ഒരു ഞാൻ പറഞ്ഞ ഒരു മ്യൂസിക്കൽ റൊമാൻസ് ഡ്രാമ തന്നെയാണ്. ആ ഒരു പ്രണയരംഗങ്ങളും ആശാനുമായിട്ടുള്ള ഒരു ഗുരു ശിഷ്യം ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ള. ആൻഡ് ഇതിൽ ഫാത്തിമ സന ഷെയ്ഖ്
കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നസീറുദ്ദീൻ ഷാനെല്ലാം പുള്ളിയൊക്കെ നന്നായിട്ട് അഭിനയിക്കും. ആൻഡ് വിജയ് വർമ്മയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് വിജയ് വർമ്മ തൊപ്പിയൊക്കെ വെച്ച് കറക്റ്റ് ആ സൂഫി സുജാത സിനിമയിലെ ആ ഒരു ആക്ടറെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ട്രെയിലർ സിനിമ വരട്ടെ ഗൈസ്. സത്യം പറഞ്ഞ ഇപ്പോൾ പലപ്പോഴും ട്രെയിലർ കണ്ട് വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് സിനിമ കണ്ട് വിലയിരുത്തുന്നതായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞ് ട്രെയിലർ വിലയിരുത്താനും പറ്റില്ല. കാരണം എക്സ്പെക്റ്റേഷൻസ് നോക്കണമെങ്കിൽ ട്രെയിലർ നോക്കിയാലല്ലേ നടക്കൂ. ആൻഡ് ഗൈസ് ട്രെയിലർ വാസ് എ മിഡ്. ഈ സിനിമയ്ക്കുള്ളതിൽ ഇതൊക്കെ ഓക്കെ തന്നെയാണ്. അടുത്ത ട്രെയിലറുമായിട്ട് അടുത്ത റിയാക്ഷനുമായിട്ട് വരാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ. ലവ് യു ഗൈസ്.